ഹലോ ഗായ്സ്, അപ്പം നമ്മുടെ ട്രിപ്പിൻ്റെ മൂന്നാമത്തെ ദിവസം വയനാടായിരുന്നു. എണീറ്റപ്പോൾ തന്നെ കോടയൊക്കെ മൂടി കിടക്കായിരുന്നു. ഇന്ന് നമ്മൾ കുറച്ച് ലേറ്റായിട്ടാണ് റെഡിയായി നിൽക്കുന്നത്. അത് കഴിഞ്ഞ് നേരെ ഫുഡ് കഴിക്കാൻ പോയി. ശേഷം നമ്മൾ അവിടുത്തെ ഡാം കാണാൻ പോയി. നല്ല അടിപൊളിയായിരുന്നു. പിന്നെ നമുക്ക് ഈ പച്ചപ്പും ഹരിതാപവും ഒക്കെ ആണല്ലോ ഇഷ്ടം. അതുകൊണ്ട് എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല തണുത്ത കാറ്റുണ്ടായിരുന്നു എല്ലാണോ. പിന്നെ നടന്ന് കയറി കുറച്ച് നടക്കാനുണ്ട് കേട്ടോ. എവിടെ പോയാലും നടക്കാനുണ്ട്. അവിടെ സിപ്പ് ലൈനും അങ്ങനെയുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളും റീലെടുപ്പും ഒക്കെ ഒരു സൈഡിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ട്രാവൽ ചെയ്യുമ്പം എനിക്ക് ഷൂസ് തന്നെയാണ് കംഫർട്ടബിൾ. പക്ഷേ എനിക്ക് ഷൂസ് ഇടാൻ പറ്റിയില്ല. കാലിന് കുറച്ച് വേദനയും കാര്യങ്ങളും ഒക്കെ ആയിട്ട്. അപ്പോൾ ഇത്രയും നടക്കാനുള്ളത് മൊത്തവും ചെരുപ്പിട്ട് നടന്ന് കാലൊക്കെ അടപ്പിളവിയിരിക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ കുറച്ച് നേരം അവിടെ പോയി ഇരുന്നു. പിന്നെ എണീറ്റ് പോയി കുറച്ച് നേരം ഊഞ്ഞാലാടി. അത് കഴിഞ്ഞ് അവിടുത്തെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ കണ്ട് നടന്നു. ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ടീംസ് നമ്മളെ വിളിക്കാതെ ബോട്ടിങ്ങിന് പോയി ഗായ്സ്. നമ്മളതിൻ്റെ വിഷമത്തിൽ കുറച്ച് നേരം അവിടെ കളിച്ചും ചിരിച്ചുമൊക്കെ നിന്നിട്ട് പിന്നെ അവളുമാരെയും കൂട്ടി നമ്മളിവിടെ നിന്ന് ഇറങ്ങിയാണ് ചെയ്തത്. നല്ല അടിപൊളി സ്ഥലമായിരുന്നു. ഹരിതാപവും പച്ചപ്പും സമാധാനവും ഉണ്ടെങ്കിൽ വേറെ എന്ത് വേണം ഗൈസ്. അത് കഴിഞ്ഞ് നമ്മൾ ഐവി ഉണ്ടായിരുന്നു, മിൽമയിലോട്ടാണ് പോയത്. അവിടെ വിസിറ്റ് ചെയ്തു. അവിടെ നിന്ന് പേട കിട്ടി ഗൈസ്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ലേക്ക് കാണാൻ പോയി. അവിടെയും കുറേ നടക്കാനുണ്ടായിരുന്നു. ദേ ഇപ്പം കടി മേടിച്ചേനെ ഇത് നടക്കുന്ന കാര്യം കേട്ടപ്പോഴേ മൂടക്കേം പോയി. പിന്നെ ഒരു വിധത്തിൽ നടക്കാമെന്നും പറഞ്ഞ് ചെന്നയാണ്. ഈ ഇരിക്കുന്ന സാധനം കൊച്ചു പിള്ളേരുടെ നിന്ന് മിഠായി തട്ടിപ്പറിച്ച് തിന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പകുതി വരെ നടന്നു. എന്നിട്ട് ഒരുപാട് നടക്കാനുള്ളത് കൊണ്ടും ചെറിയ മഴ പെയ്തതുകൊണ്ടും നമ്മൾ തിരിച്ചിങ്ങ് പോന്നു. എന്നിട്ട് നമ്മൾ നേരെ ബോട്ടിങ്ങിന് പോയി. ബോട്ടിങ് നമ്മുടെ ലിസ്റ്റിലില്ലാത്തൊരു കാര്യമായിരുന്നു. പക്ഷേ ആ ചേട്ടന്മാർ നമുക്ക് വേണ്ടി അത് അറേഞ്ച് ചെയ്ത് തന്നു. എടാ നല്ല രസമുണ്ടായിരുന്നെടാ. എല്ലാവരും കൂടി ഞാൻ ഒരു 4ാം ക്ലാസ്സിലൊക്കെ കയറിയതാണ് ബോട്ടിൽ. അതും കൊച്ചിയിലെങ്ങാണ്ട് ട്രിപ്പിന് പോയപ്പോൾ കയറിയതാണ്. അതിന് ശേഷം ഞാൻ കയറിയിട്ടേ ഇല്ല. അപ്പോൾ നല്ല രസമായിരുന്നു. ഒരു സൈഡിൽ മഴ, ഒരു സൈഡിൽ കയാക്കിങ്. രസമുണ്ടായിരുന്നു. ഇതെന്തിനാണ് ഇങ്ങനെ കെട്ടിയിട്ടേക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ആ പായൽ കിടക്കുന്ന സ്ഥലത്തോട്ട് പോയാൽ ചെളി കാണും, പൊതഞ്ഞു പോവും എന്ന് പറഞ്ഞു. എന്നിട്ട് ബോട്ട് ഒതുക്കി ഓരോന്ന് പായലും പറിച്ചുകൊണ്ട് വീട്ടിൽ പോകാനുള്ള ഏർപ്പാടാണ്. ഇത് എവിടെ കൊണ്ടിട്ട് വളർത്താനാണോ എന്തോ എനിക്കറിയാൻ വയ്യ. ഈ ഉയരം കൂടുന്തോറും ചായയുടെ സ്വാദ് കൂടും എന്നൊക്കെ പറയുന്ന പോലെ ചായയുടെ പൈസയും കൂടും ഗൈസ്. 20 രൂപയായിരുന്നു ഒരു ചായയ്ക്ക്. എൻ്റെ കണ്ണ് തള്ളിപ്പോയി. അതിനുശേഷം നമ്മൾ ഒരു കടയിലൊക്കെ കയറി നിരങ്ങി. ഇതായിരുന്നു നമ്മൾ പോയ ബസ്. നല്ല ചേട്ടന്മാരായിരുന്നു, ഉത്തരവാദിത്തമുള്ളവരായിരുന്നു. എനിക്കിഷ്ടപ്പെട്ടു. ഡ്രൈവിങ്ങും കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ചുരം ഇറങ്ങിയപ്പോൾ അവിടെ നിർത്തി തന്നു. നമ്മൾ കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്തു. അതിനുശേഷം ഫീഡ്ബാക്ക് സെക്ഷൻ ആയിരുന്നു. ടൂർ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് എൻ്റെ ചോദിച്ചാൽ ഞാൻ പറയും അടിപൊളിയായിരുന്നു എന്ന്. ഒരു പ്രതീക്ഷയില്ലാതെ അലമ്പാവുമെന്ന് വിചാരിച്ച് പോവാൻ ഒട്ടും താല്പര്യമില്ലാതെ പോയ ട്രിപ്പാണ്. അത് അടിപൊളിയാക്കി തന്നു. റിൻസൺ ആയിരുന്നു എല്ലാം കോർഡിനേറ്റ് ചെയ്തത്. അപ്പോൾ താങ്ക് യു റിൻസൺ, താങ്ക് യു ടീച്ചേഴ്സ്, എല്ലാവർക്കും താങ്ക് യു. ഞങ്ങൾ 3 ഡിപ്പാർട്ട്മെൻറ്റ് കൂടിയാണ് പോയത്. പക്ഷേ എല്ലാവരും നല്ലതായിട്ട് സിങ്കായി. പിന്നെ അങ്ങോട്ട് DJ ആയിരുന്നു. ഒന്നും പറയാനില്ല. അപ്പോൾ ഓക്കെ ബൈ.